തൃശൂർ പൂരം ഇത്തവണ വെടിക്കെട്ടില്ലാതെ നടത്തും. പൂരവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. വെടിക്കെട്ട് ഒഴിവാക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സമ്മതിച്ചു. ഹൈക്കോടതിയുടെ എന്തോ റിസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ കോപ്പിയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഇവരൊന്നും പ്രതികരിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞങ്ങളത് പ്രതികരിക്കാൻ പാടോന്നറിയില്ല. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ആചാരപ്രകാരമുള്ള കുടമാറ്റം അത് ആചാരപരമായ കാര്യങ്ങൾ നടത്തും. എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും നടക്കും. ആചാരങ്ങളെല്ലാം നടക്കും. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം സിംബോളിക്കാക്കും. കുറച്ച് സെറ്റ് മാത്രം. അതൊക്കെ എഴുന്നള്ളിപ്പ് സാധാരണ നടക്കണം. 15 ആനകൾ വീതം. അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ നടക്കും. പ്രതീകാത്മകമായിട്ട് നടക്കും. അത് കുറച്ച് ഇപ്പൊ നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. അപ്പൊ പ്രതീകാത്മകമായിട്ട് നടക്കും. അവിടെ നടക്കും. 15 ആനകൾ വീതം ഉണ്ടാവും. പിന്നെ ബാക്കി വെടിക്കെട്ട് ഒഴികെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ നടക്കും. ആചാരങ്ങളൊക്കെ നടക്കും. ചെറുപൂരങ്ങളുണ്ടാവും. ചെറുപൂരങ്ങളുടെ കാര്യങ്ങൾ അവര് പറയും. പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ആചാരം ഇളഞ്ഞിത്തറ മേളം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിഗംഭീരമായിട്ട് നടക്കും. കുടമാറ്റവും നടക്കും. പ്രതീകാത്മകമായി 15 മിനിറ്റ് നേരം മാത്രമായിരിക്കും കുടമാറ്റം. കുടമാറ്റം വളരെ ആചാരപരമായ ആഘോഷം മാത്രമാകും ഇത്തവണ ഉണ്ടാവുക. മേളവും ആനയും പൂരത്തിൽ അണിനിരക്കും. കുടമാറ്റം 15 മിനിറ്റ് മാത്രം നടത്തും. കുടകളുടെ എണ്ണം കുറയ്ക്കുമെങ്കിലും ആനകളുടെ എണ്ണം കുറയ്ക്കില്ല എന്നാണ് യോഗത്തിലെ തീരുമാനം. വെടിക്കെട്ട് വേണമെന്ന നിലപാട് പാറമേക്കാവ് ദേവസ്വം യോഗത്തിലെടുത്തെങ്കിലും പിന്നീട് സർക്കാർ നിർദ്ദേശത്തിന് അവർ വഴങ്ങുകയായിരുന്നു. തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ ഇതിനിടെ 37 പേർ ഉൾപ്പെട്ടുവെന്ന നിഗമനം പുറത്തുവന്നു. സംഭവ സ്ഥലത്ത് നിന്ന് മൊബൈൽ ഫോണുകൾ കിട്ടിയതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്രൻ ദേശ്മുഖ് പറഞ്ഞു. വെടിക്കെട്ട് പുരയും ചുറ്റുപാടും പ്രത്യേക സുരക്ഷാ മേഖലയാക്കി സംരക്ഷിക്കും. 4 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 15-അംഗ സംഘമാണ് അന്വേഷിക്കുക എന്നും കമ്മീഷണർ അറിയിച്ചു. ആ ബോഡി പാർട്സ് എല്ലാം നമുക്ക് സാമ്പിളും അതിന്റെ ബോഡി പാർട്സ് എടുത്തിട്ട് DNA പരിശോധന വേണ്ടി അയക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ന് ഒന്നുകൂടി ഡബിൾ ഷുവർ ആവാൻ വേണ്ടി മുഴുവൻ ഏരിയ കഡവർ ഡോഗ് വെച്ചിട്ട് പിന്നെ സ്ട്രീറ്റ് ലൈനിങ് മാൻ പവർ വെച്ചിട്ട് മുഴുവൻ ഏരിയ കവർ ചെയ്തിട്ട് എവിടെയെങ്കിലും വേറെ എക്സ്പ്ലോസീവ്സും ബോഡി പാർട്ട് എന്തെങ്കിലും ഉണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടീം ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഏകദേശം കംപ്ലീറ്റ് ആവാൻ അത് പ്ലാനാണ്. ഇന്ന് വൈകുന്നേരത്തോട് എല്ലാ നമ്മുടെ ഇവിടുത്തെ ബേസിക് പരിശോധന കംപ്ലീറ്റ് ആവും. അതിന്റെ കൂടെ തന്നെ സാമ്പിളിംഗ് എടുക്കുന്ന കാര്യങ്ങൾ പിന്നെ എക്സ്പ്ലോസീവ്സ് ഉടനെ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്കത്തോട് കംപ്ലീറ്റ് ആവുന്ന ഒരു സാധ്യത ഉണ്ട്. എക്സ്പ്ലോസീവ്സ് ഇന്നലെ തന്നെ എക്സ്പ്ലോസീവ് നമുക്ക് കിട്ടി അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം എക്സ്പ്ലോസീവ്സ് ഇന്നലെ രാത്രി നമുക്ക് രാത്രി ആയത് കാരണം ഇന്നലെ മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് എക്സ്പ്ലോസീവ് മൂവ് ചെയ്യാൻ പോവാണ്. അതിന്റെ കൂടെ തന്നെ ഇന്ന് കുറെ ഇലക്ട്രോണിക് മൊബൈൽ ഫോണും അതിന്റെ കൂടെ തന്നെ കുറച്ച് ബോഡി പാർട്സ് ചെറിയ ബോഡി പാർട്സ് കാഡവർ ഡോഗ് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ മാസലെടുത്തിട്ട് DNA പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ ഏരിയ ഇപ്പോൾ റിസ്ട്രിക്ഷൻ ആയിട്ട് തന്നെ മാറ്റുന്നുണ്ട്. ബിക്കോസ് ജുഡീഷ്യൽ കമ്മീഷനും പുതിയ ഇൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വേണ്ടി ഈ ഏരിയ നമുക്ക് ഒരു റിസ്ട്രിക്റ്റഡ് ഏരിയ ക്രൈം സീനായിട്ട് ഫുൾ ടൈം ഇപ്പോൾ ഗാർഡ് ചെയ്യാൻ പോവാണ്. മൃതദേഹ പരിശോധനയ്ക്കായി DNA പരിശോധന തുടരുകയാണ്. 4 പേരെക്കുറിച്ച് ഇനിയും വിവരം കിട്ടാനുണ്ട്. ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. അപകട സ്ഥലത്ത് ഇന്നും മാസ് പരിശോധന തുടരുന്നു. 90ഓളം ഗുണ്ടുകൾ തിരച്ചിലിൽ കിട്ടി. 300 കിലോയോളം ഗൺ പൗഡറും കണ്ടെത്തി. സ്ഫോടക ശേഖരം ഉടൻ മാറ്റുന്ന നടപടി ആരംഭിക്കും. പ്രദേശത്തേക്കുള്ള വഴി പോലീസ് അടച്ചിരിക്കുകയാണ്. ആജ്ഞാ രവീന്ദ്രനും ഒപ്പം CV അനുബോധും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നമുക്ക് ആദ്യം പൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകണം. കാരണം പൂരപ്രേമികൾ കാത്തിരിക്കുന്നത് ആ തീരുമാനമാണ്. ഇത്തവണ വെടിക്കെട്ടുണ്ടാവില്ല. കുടമാറ്റവും പേരിന് മാത്രമായിരിക്കും. ആചാരപരമായ കാര്യങ്ങൾ മാത്രം സംഭവിക്കും. ചുരുക്കത്തിൽ ദേവസ്വങ്ങൾ കടുപിടുത്തം പിടിച്ചിരുന്നു രാവിലെയൊക്കെ വെടിക്കെട്ട് വേണമെന്ന കാര്യത്തിൽ. പക്ഷേ സർക്കാർ നിർദ്ദേശത്തിലേക്ക് ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ എത്തുകയായിരുന്നു.
തീർച്ചയായിട്ടും രഞ്ജിത്ത് വെടിക്കെട്ടുണ്ടാവില്ല. അതേസമയം ആചാരത്തിന്റെ ഭാഗമായി 1-2 കതിനെ പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ വെടിക്കെട്ട് പൂർണ്ണമായും ഇല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. സർക്കാർ മുന്നോട്ട് വെച്ചതും അത് തന്നെയാണ്. അത്തരം ആവശ്യങ്ങൾ ഇരു ദേവസ്വങ്ങളും ഉന്നയിച്ചിരുന്നു മീറ്റിംഗിൽ. അതേസമയം അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ ഒരു സമവായത്തിൽ തന്നെയാണ് ഇരു കൂട്ടരും എത്തിയത് തന്നെ. അതിൽ പ്രത്യേകിച്ച് നിർബന്ധപൂർവ്വമായും വെടിക്കെട്ട് വേണം എന്നുള്ളൊരു നിലപാടിൽ ഇരു ദേവസ്വങ്ങളും എത്തിയിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുമാത്രമല്ല, നേരത്തെ നമ്മൾ രാവിലെ പറമേക്കാവ് ദേവസ്വം സെക്രട്ടറി സംസാരിച്ചിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വെടിക്കെട്ടുണ്ടാകും, വെടിക്കെട്ട് ആവശ്യപ്പെടും. അതായത് പ്രധാന വെടിക്കെട്ടും പകൽപ്പോരും കഴിഞ്ഞുള്ള വെടിക്കെട്ടും വേണം, സാമ്പിൾ വേണമെങ്കിൽ ഒഴിവാക്കാം. അത്തരത്തിലുള്ള ഒരു നിലപാടാണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അത് മാത്രമല്ല, അത് സർക്കാർ മുന്നോട്ട് വെച്ചത് വെടിക്കെട്ട് വേണ്ട എന്ന് മുന്നോട്ട് വെച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്ന വെടിക്കെട്ട് ഉപകരണങ്ങൾ നിർവീര്യമാക്കാനുള്ള അനുമതി തേടുകയും ആ അനുമതിക്ക് ശേഷം അത് നിർവീര്യമാക്കുന്ന പ്രവൃത്തികൾ തുടരുകയും ചെയ്യുമെന്നാണ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് നമ്മളോട് അല്പം മുൻപ് പ്രതികരിച്ചത്. അങ്ങനെയാണ്. എന്തായാലും പൂരം ആചാരപരമായ ചടങ്ങുകളോടെ പൂരം പൂർണ്ണമായും നടക്കും. അതേസമയം കുടമാറ്റത്തിന്റെ സമയം കുറിച്ചിട്ടുണ്ട്. 15 മിനിറ്റായിട്ട് കുടമാറ്റം ചുരുക്കിയിട്ടുണ്ട്. 15 ആനകൾ വീതം 2 വശത്ത്, അതായത് ഏകദേശം 45 മുതൽ 50 കുട മാറാനുള്ള സമയമാണ് ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. 1 മിനിറ്റിൽ ഒരു 3 കുടയുടെ കണക്ക് എടുത്താൽ ഒരു 15 മിനിറ്റ് കൊണ്ട് 45 മുതൽ 50 കുടകളായിരിക്കും. പക്ഷേ അതേസമയം സാധാരണ കുടകൾ മാത്രമായിരിക്കും ഇത്തവണ കുടമാറ്റത്തിൽ ഉണ്ടാവുക. നിരവധി നമുക്കറിയാം, ഇന്നോവേഷൻസ് ആയിട്ട് ഓരോ തവണയും ഓരോ പൂരത്തിലും പുതിയ പുതിയ കുടകൾ ഇരു വിഭാഗങ്ങളുടെയും, തിരുവമ്പാടി ദേവസ്വത്തിന്റെയും പാറമേക്കാവിന്റെയും ഇരു വിഭാഗങ്ങളുടെ വിവിധ കുടകൾ, അതായത് ഇന്നോവേഷൻസ് ആയിട്ട് പുതിയ വർഷം കുടമാറ്റത്തിന് എന്ന് കാത്തിരുന്ന ഒരു പ്രത്യേക നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതിൽ ആ ഒരു ഇതുണ്ടാവില്ല. പ്രത്യേകിച്ച് അതേസമയം പുതുതായി ഇന്നോവേഷൻസ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ പുതുതായി ഇത് അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ കുടകളിൽ, ആ സാധനങ്ങൾ, ആ കുടകളൊക്കെ ഈ പാറമേക്കാവിന്റെ മുൻവശത്ത് ഡിസ്പ്ലേ ആയിട്ട് വെക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്തായാലും സാധാരണ കുടകൾ മാത്രമായിരിക്കും മാറുക. അതിൽ കുടകളിൽ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. അതേസമയം മറ്റു ചടങ്ങുകളൊക്കെ ഉൾപ്പെടെയുള്ള അനുമോദ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പൂരത്തിന്റെ പൊലിമ ഇല്ലാതെയുള്ള ഒരു പൂര രീതിയായിരിക്കും ഇത്തവണ. കുടമാറ്റമുണ്ടാവില്ല. ഒപ്പം ആനകളുടെ എണ്ണം അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. കുടകളുടെ എണ്ണം കുറയ്ക്കും. അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ദുരന്ത പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും പൂരപ്രേമികൾക്ക് പൂർണ്ണമായും നിരാശ ഉളവാക്കുന്ന ഒരു പൂരനാളുകളായിരിക്കും ഇത്തവണ, അല്ലേ? രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനം കുടമാറ്റം 15 മിനിറ്റാക്കി കുറച്ചു എന്നുള്ളതും വെടിക്കെട്ട് ഒഴിവാക്കി എന്നുള്ളതുമാണ്. പക്ഷേ മറ്റെല്ലാ ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളോടെ തന്നെ നടക്കുമെന്ന് പറയുമ്പോൾ ആനകളുടെ എണ്ണം വരെ മുൻപുണ്ടായിരുന്ന അതേപോലെ തന്നെ ആയിരിക്കും. കാരണം ശക്തൻ തമ്പുരാൻ ചിട്ടപ്പെടുത്തിയ ഈ പൂരത്തിൻ്റെ ഓരോ ചടങ്ങുകൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയത്തിൻ്റെ തീരുമാനത്തിൻ്റെ പിൻബലമുണ്ട്. സ്വാഭാവികമായിട്ട് അത് ആരും തെറ്റിക്കാറില്ല. അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനെ ഒരു ആനപ്പുറത്ത് മാത്രം ചടങ്ങ് ഒതുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറുപൂരങ്ങൾ മുതൽ തിരുവമ്പാടിയും പാറമേക്കാവും ഒക്കെ അവർക്ക് നിശ്ചയിച്ച ആനകളുടെ എണ്ണം അതേപോലെ നിലനിർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ വാദ്യഘോഷങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് താളങ്ങളുടെയും മേളങ്ങളുടെയും ഒക്കെ പൂരം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മളെ ഇലഞ്ഞിത്തറ മേളവും അതുപോലെ തന്നെ മഠത്തിൽ ഒരു പഞ്ചവാദ്യവുമാണ്. ഇത് രണ്ടും അതുപോലെ തന്നെ ഉണ്ടാകും. അതേപോലെ ചെറുപൂരങ്ങളുടെ വരവിനോടനുബന്ധിച്ചുള്ള വാദ്യഘോഷങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പൂരത്തിന് ഒഴിവായി പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള വെടിക്കെട്ടും അതുപോലെ കുടമാറ്റത്തിൻ്റെ സമയദൈർഘ്യം കുറച്ചു എന്നുള്ളതുമാണ്. മറ്റെല്ലാ ചടങ്ങുകളും അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നിശ്ചയിച്ച അനുഷ്ഠാന ചടങ്ങുകൾ എന്ന തരത്തിൽ നിഷ്കർഷിച്ച ചടങ്ങുകൾ അത് നിലനിർത്തുന്നു. ആഘോഷമായി നടത്തുന്ന കുടമാറ്റവും വെടിക്കെട്ടും ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ കുടമാറ്റം കുറയ്ക്കുന്നു, വെടിക്കെട്ട് ഒഴിവാക്കുന്നു എന്നാണ് കരുതേണ്ടത്. പൂരത്തിനെ സംബന്ധിച്ച്, പൂരപ്രേമികളെ സംബന്ധിച്ച് അല്പം നിരാശ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇതെങ്കിലും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഇപ്പോഴും ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അവിടെ മോർച്ചറിയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധനയ്ക്കായിട്ട് ബന്ധുക്കൾ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. ഈ ഒരു വെടിക്കെട്ടിൻ്റെ തന്നെ ചുമതലക്കാരനടക്കമുള്ളവർ ഉള്ളുവെന്ത് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമോ ഇല്ലയോ എന്നറിയാതെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും ജീവിതങ്ങൾ ഇവിടെ ഉരുകി തീർന്നു നിൽക്കുമ്പോൾ നമുക്ക് പൂരം ആഘോഷത്തോടെ വർണ്ണാഭമായിട്ട് ആഘോഷിക്കാമെന്ന് ആർക്കും അത്ര വേഗത്തിൽ പറയാൻ കഴിയുന്നതല്ല. അങ്ങനെ പറയാനും പാടില്ലല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ആ തീരുമാനം തികച്ചും അനുയോജ്യമാണ് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. പൂരം അതിൻ്റെ അനുഷ്ഠാനങ്ങൾ അതേപോലെ നടത്തുന്നു, എന്നാൽ വർണ്ണാഭമായിട്ടുള്ള ആഘോഷമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഉചിതമായ കാര്യം. രഞ്ജിത്ത്, തീർച്ചയായും ഈ മരണവുമായി ബന്ധപ്പെട്ട്
മനസ്സിലാക്കുന്നത് 37 എന്ന കണക്കിലേക്ക് അല്ലേ അങ്ങനെ എത്തിയിട്ടുണ്ട്. അത്രത്തോളം ആളുകളെ കണ്ടെത്താനുണ്ട് എന്ന കണക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിച്ച ശരീരഭാഗങ്ങൾ വെച്ചുള്ള DNA പരിശോധന അതിനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. അല്ലാതെ എത്ര പേർ മരിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ അനുമോദ്? രഞ്ജിത്ത്, ഇതിൽ 38 എന്നൊരു നമ്പർ, അതിൽ 37 പേരെ അറിയാം. അതിൽ 4 പേരെ കണ്ടെത്താനുണ്ട്. ഒരാളുടെ മൃതശരീരം കത്തിക്കരിഞ്ഞ നിലയിലാണ്. അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അതാണ് ഈ 38 എന്ന നമ്പറിൽ 37 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ 10 പേരുടെ മൃതദേഹങ്ങളിൽ 38-ൽ 10 പേർ മരിച്ചവരാണ്. അതിൽ 9 പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഇതിൽ 29 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് DNA പരിശോധനയ്ക്ക് കഴിഞ്ഞ ദിവസം അയച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് ഇന്ന് രാവിലെ നമ്മൾ ഫോറൻസിക് മേധാവിയുമായിട്ട് സംസാരിച്ചപ്പോൾ 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. 2 പേരുടെയെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ ഈ 29 പരിശോധനയ്ക്ക് അയച്ച 29 DNA-കളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. കാരണം ലഭ്യമായ ശരീരാവശിഷ്ടങ്ങളുടെ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ 2 പേരുടെയെങ്കിലും മൃതശരീരം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നൊരു വിലയിരുത്തലാണ് ഫോറൻസിക് വിഭാഗം നടത്തിയിട്ടുള്ളത്. വേറെയും മൃതശരീര അവശിഷ്ടങ്ങൾ ഇന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഏകദേശം 30ഓളം ശരീരാവശിഷ്ടങ്ങൾ ഇതിനോടകം തന്നെ മോർച്ചറിയിലുണ്ട്. അതൊന്നും DNA പരിശോധനയ്ക്ക് പറ്റുന്ന തരത്തിലല്ല ഉള്ളത്. കത്തിക്കരിഞ്ഞതും വളരെ ചെറുതും അങ്ങനെയായ പല അവസ്ഥയിലുള്ളതാണ്. അപ്പോൾ ശരീരാവശിഷ്ടങ്ങൾ ഇപ്പോഴും കണ്ടെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഈ ഒരു മുണ്ടത്തിക്കോട് ഈ സ്ഫോടനം നടന്ന നടത്തിയ മാസ് സെർച്ചിന് പിന്നാലെയും ഈ ഒരു ഇടത്തിന് ചുറ്റും പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെയുള്ള കണക്ക് പ്രകാരം 38 പേർ ഈ സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിൽ 10 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അതിൽ ഒരാളെ തിരിച്ചറിയാനുണ്ട്. ഈ 38 പേരിൽ 4 പേർ, ആ 4 പേരെ ആരാണെന്നുള്ളത്, അത് അവരെവിടെയാണെന്നുള്ളത് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അതിൽ പരിക്കേറ്റവരിൽ തന്നെ 4 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണുള്ളത്. മറ്റു ചിലരൊക്കെ അടുത്ത ദിവസങ്ങളിൽ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ പങ്കുവച്ചു.